ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി വേണ്ടവർക്ക് നല്ല സ്പേഷ്യസ് ആണ്, അതേപോലെ തന്നെ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്. നമുക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 50,000 രൂപക്ക് ഡീസൽ സ്വിഫ്റ്റ് 30 രൂപ വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസക്ക് ഇറക്കാം. നല്ലൊരു ഫാമിലി കാറാണ്. ഇത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. 1,80,000 ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി. അത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. അത് ഒരു 10-35 രൂപ ഉണ്ടെങ്കിൽ നല്ല വണ്ടി ഇറക്കാം. 2016 മോഡൽ SX ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ആണ് അല്ലെ. 93,000 കിലോമീറ്റർ ഓടിന് നമുക്കൊരു 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല മൈലേജ് ഉള്ള, നല്ല ക്ലൈമ് കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി വണ്ടിയില്ല. ഡിയർ ഫ്രണ്ട്സ്, ഇന്നോവകളാവട്ടെ, അതാണ് ചെറിയ പൈസക്ക് ഇന്നോവകള്, അതേപോലെ ചെറിയ പഠിച്ചേക്ക് നല്ല ബഡ്ജറ്റ് റേഞ്ചിലുള്ള നല്ല കിഡ്ലൻ കാറുകൾ നോക്കുന്നുണ്ടെങ്കിൽ വേഗം പോകുന്നോളി. നല്ല അടിപൊളി വിലക്കുറവില് നമുക്ക് മാക്സിമം നോക്കി ലോണ് കാര്യങ്ങളൊക്കെ നല്ല ട്രാക്ക് ഉള്ളവർക്ക് ചെറിയ ഡൗൺ പേയ്മെന്റില് നല്ല ക്വാളിറ്റി വാഹനങ്ങൾ വേണമെങ്കിൽ പറ്റുന്ന നല്ലൊരു അടിപൊളി ഷോറൂമാണ് 3 സ്റ്റാർ യൂസ്ഡ് കാർസ്. അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് ഒരു ഇന്നോവന്റെ നല്ലൊരു പാർട്ട് നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് അത്യാവശ്യം നല്ല 4 സംതിങ് മുതൽ നമുക്ക് ഇന്നോവ, 5 ലക്ഷത്തി സംതിങ് നമുക്ക് ഇന്നോവ, അതേപോലെ തന്നെ നമുക്ക് ലോണ് കാര്യങ്ങളെല്ലാം ഉണ്ട്, ക്രിസ്റ്റുകളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി റേറ്റിന് 1 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടികളൊക്കെ ഉണ്ട്. സോ ഇത് നമുക്ക് നല്ല കളക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് കാര്യങ്ങൾ ആരെങ്കിലുമൊക്കെ നല്ല വാഹനങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്തോളി. ഒരു ഡീറ്റെയിൽസുകളായിട്ട് നമ്മളെ കൂടെ ഇന്നുള്ള നിസാർ തന്നെയാണ്. നിസാർ, നമുക്ക് ഈ ഒരു 3 സ്റ്റാർക്ക് എങ്ങനെ എത്തിച്ചേരാം? നമുക്ക് മലപ്പുറം ജില്ലയിൽ വള്ളോമ്പ്രം എന്ന് പറയുന്ന സ്ഥലത്താണ്. മലപ്പുറത്ത് നിന്ന് 10 കിലോമീറ്റർ, മഞ്ചേരി കൊണ്ടോട്ടിൽ നിന്ന് ഒക്കെ 10 കിലോമീറ്റർ ആണ്. റോയൽ എൻഫീൽഡിന്റെ ഷോറൂം ഉണ്ട് നേരെ ഓപ്പോസിറ്റ്. ഇതാണ് നമ്മുടെ വള്ളോമ്പ്രം റോയൽ എൻഫീൽഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ 3 സ്റ്റാർ യൂസ്ഡ് കാർസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ കൊടുക്കും. അപ്പോൾ ലാസ്റ്റ് ഡേ നമുക്ക് ഇന്നോവ പാർട്ട് ആയിരുന്നു, അതിന്റെ ലിങ്ക് നമ്മൾ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ചെറുവാനത്ത് തുടങ്ങാം. 800 ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2012 മോഡൽ 13 റേസർ വരുന്ന വണ്ടിയാണ്. നമുക്ക് ഇത് പെട്രോൾ ആണ്. ഏകദേശം മൈലേജ് എത്ര വരെയൊക്കെ പ്രതീക്ഷിക്കാം? 18 കിലോമീറ്റർ എന്തായാലും പ്രതീക്ഷിക്കാം. KL 11 രജിസ്ട്രേഷൻ ആണ്. ടയറൊക്കെ നോക്കി അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഇത് എങ്ങനെയായിരുന്നു? ഓൺഷിപ്പ് ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 4th ഓണർഷിപ്പ് ആണ് വണ്ടി. 85,000 കിലോമീറ്റർ ഓടിയിട്ടു. ഓക്കെ, നമുക്ക് എഞ്ചിന് മെക്കാനിക്കൽ ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് നല്ല മൈലേജും കിട്ടും. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 1.25. 1.25. ഏകദേശം നമുക്ക് എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? നമുക്കൊരു 40 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കാം. 40 രൂപ ഉണ്ടെങ്കിൽ ഇറക്കാം. നല്ല മൈലേജ് ഉള്ള, നല്ല ക്ലെയിം കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ലൊരു അടിപൊളി വണ്ടിയില്ല. അടുത്ത നമുക്ക് കിഡ്ലൻ വാഗ്നർ വൈറ്റില് KL 18 വടകര രജിസ്ട്രേഷൻ ആണ് വരുന്നത്. 2015 മോഡലാണ്. VXI ആണ് ഇതിന്റെ അന്നത്തെ ഏറ്റവും ടോപ്പിന്റെ വണ്ടിയില്ല. ടയറൊക്കെ നല്ല 80-90% ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. VXI ഇതിന്റെ ഏറ്റവും ടോപ്പില്ല. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് ആണ് VXI ആണ് വരുന്നത്. നമുക്ക് എത്ര മൈലേജ് ഒക്കെ പ്രതീക്ഷിക്കാം? 16 കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം. 16 കിലോമീറ്റർ. കമ്പനി 18 ഒക്കെ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് ഒരു 16 പ്രതീക്ഷിക്കാം. എന്തായാലും കിട്ടും. 4 ടയറും ഫുൾ കട്ട് ടയേഴ്സ് ഉണ്ട്. അപ്പോ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, നമുക്ക് ഇലക്ട്രിക്കൽ എഡ്ജ് ഫോം മിറേഴ്സ്, ടിൽറ്റ് സ്റ്റിയറിംഗ്, കമ്പനി ഇൻബിൽഡ് സ്റ്റിയറിയോ, നല്ല ഹൈ ക്വാളിറ്റി ലെതർ സീറ്റ് കവേഴ്സ്, റിയറിൽ നല്ല സ്പേഷ്യസ് ആണ്, നല്ല യാത്രാ കംഫർട്ട് കാര്യങ്ങള്, അതേപോലെ റൂഫ് റെയില് കാര്യങ്ങള്, സ്പോയിലർ എല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? നേരെ അങ്ങനെ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി. ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു? 4th ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ്. ഓക്കെ, മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? 3,30,000 രൂപ. നല്ലൊരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടുപോകാം. ഏകദേശം 3 ലക്ഷം രൂപ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 10-35 രൂപ ഉണ്ടെങ്കിൽ നല്ല വണ്ടി ഇറക്കാം. പിന്നെ ഇത് നമുക്ക് പ്രൈസ് നെഗോഷ്യബിൾ ആണ്. സോ നമുക്ക് അതിലും കുറഞ്ഞ ട്രാക്ക് ഉണ്ടെങ്കിൽ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്ക് വണ്ടി ഇറക്കാം. അടുത്താണ് നല്ലൊരു കിഡ്ലൻ സ്വിഫ്റ്റ്. അത് ഡീസലാണ്. നമുക്ക് നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും. ഏകദേശം 18-20 തന്നെ പ്രതീക്ഷിക്കാം. KL 23 രജിസ്ട്രേഷന്. പിന്നെ അഡീഷണൽ അലോയ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു 90% ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇതിന്റെ മോഡൽ? 2014 മോഡൽ 15 റേസർ വരുന്ന വീഡിയോയില് മിഡിൽ ഓപ്ഷൻ ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രിക്കൽ മിറേഴ്സ്, റിയറിലൊക്കെ നല്ല സ്പേഷ്യസ് ആണ്. അതേപോലെ തന്നെ നമുക്ക് സ്പോയിലർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. വണ്ടിയാണ്. 3rd ഓണർഷിപ്പ് ആണ്. 1,40,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. സർവീസ് ഒക്കെ കഴിഞ്ഞതാണ്. ടൈം ചെയിൻ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഒന്നും നോക്കണ്ടല്ല. എഞ്ചിന് മെക്കാനിക്കലൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം.
എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 4,37,000 രൂപ. 4,35 അല്ലേ? ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊടുക്കും. 50,000 രൂപയ്ക്ക് ഡീസൽ സ്വിഫ്റ്റ് അല്ലേ? അത് നമ്മൾ ക്രെറ്റന്റെ ഫസ്റ്റ് ജനറേഷൻ KL38 ആണ് രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ വരുന്നത്. നല്ല മൈലേജ്, നല്ല പെർഫോമൻസ്, നല്ല ബോഡി വെയിറ്റ് ഒക്കെ വരുന്നതാണ് ഫസ്റ്റ് ജനറേഷൻ. അതുകൊണ്ട് തന്നെ ഇന്നും ആളുകൾക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് അല്ലേ? എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ? 2016 മോഡൽ SX ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് ഡീസലില് ഓട്ടോമാറ്റിക് ആണ് അല്ലെ? 93,000 കിലോമീറ്റർ ഓടിയ കമ്പനി സർവീസിലെ വണ്ടിയാണ്. അതും ഡീസൽ ഓട്ടോമാറ്റിക്, ഫുൾ ഹിസ്റ്ററിക്ക് അവൈലബിൾ അല്ലേ? മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ടയറൊക്കെ നോക്കി നിങ്ങൾ, ഫുൾ കട്ട് ടയേഴ്സ്. ഇതിന്റെ ഫുൾ ലോഡ് വണ്ടിയാണത്. ഏറ്റവും ടോപ്പ്, അന്നത്തെ ഏറ്റവും ടോപ്പ് എൻഡ് വണ്ടി. ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. നമുക്ക് എത്ര ഇതിന് ചോദിക്കുന്നത്? 9,30,000 രൂപ. 9,30. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്, അതും 93,000 കിലോമീറ്റർ അല്ലേ? അതുപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങള്, നല്ല മൈലേജ് ഉണ്ട്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഇത് നമുക്ക് 1.6 വരുന്നത്. 1.6. സോ നല്ല പെർഫോമൻസ് ഉണ്ടാവും. ഏകദേശം 18-20 മൈലേജും പ്രതീക്ഷിക്കാം. ഡീസൽ ഓട്ടോമാറ്റിക്. ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഒരു 1.25 ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കി 1.25 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ല? അടുത്താണ് നമ്മൾ i20 അല്ലെ? ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി വേണ്ടവർക്ക്, നല്ല സ്പേഷ്യസ് ആണ്, അതേപോലെ തന്നെ നല്ല മൈലേജ്, നല്ല പെർഫോമൻസ് കാര്യങ്ങള്. 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്, കമ്പനി അലോയ്സ് കാര്യങ്ങൾ. ഇതിന്റെ ഏറ്റവും ടോപ്പ് ലോഡ് ആണ് വണ്ടി. 2011 മോഡൽ ആസ്റ്റ ഡീസൽ സെക്കൻഡ് ഓണർ വണ്ടി. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? ഇത് 140 ഓടിനു. മേ സർവീസ് കഴിഞ്ഞതാണ്. ഓക്കെ, 4 ടയറും ഉണ്ട്. ഏറ്റവും ഫുൾ ലോഡ്. AC പോസ്റ്റ് സ്റ്റിയറിംഗ്, ഫോർഡോ പവർ വിൻഡോ, പിന്നെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കോൾ കൺട്രോൾസ്. അത് 2014 ഇത്രയും ഫെസിലിറ്റി ഉള്ള വേറെ വണ്ടി ഇല്ലായിരുന്നു. അതായത് ഹാച്ച് ബാക്കിൽ നമുക്ക് ഇത്രയും ഫെസിലിറ്റീസ് വരുന്നൊരു വണ്ടി ഇല്ലായിരുന്നു എന്ന് പറയാം. അതേപോലെ നമുക്ക് 18-20 മൈലേജും പ്രതീക്ഷിക്കാം. സെക്കൻഡ് ഓണറും ആയിട്ടുള്ളൂ അല്ലെ? നമ്മൾ ചോദിക്കുന്നതിന്? ഇത് നമ്മൾ ചോദിക്കുന്നത് 2,10,000 രൂപ. അതായത് 2,10 നല്ലൊരു ഡീസൽ വണ്ടിയാണ്, അത് നല്ല ഫെസിലിറ്റീസ് വണ്ടി അല്ലെ? നമുക്ക് ലോൺ സൗകര്യം ഉണ്ടാവും ഇതിന്? നമുക്ക് ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. പ്രൈവറ്റ് ലോൺ സ്ഥിരാമൊക്കെ ചെയ്ത് കൊടുക്കാം. ഏകദേശം ഒരു ചെറിയ ഡൗൺ പേയ്മെന്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അടുത്താണ് ഒരു സെഡാൻ നോക്കുന്നവർക്ക് ഡീസല് സ്വിഫ്റ്റ് ഡിസയർ നല്ല 18-20 മൈലേജ്, അതേപോലെ നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അത് ടയർ കാര്യങ്ങൾ 2008 മോഡൽ VDI. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ 1,40,000 കിലോമീറ്റർ ഓടിയാണ്. 4th ഓണർഷിപ്പ് ആണ്. മേജറായിട്ട് റീപ്ലേസോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി. ഓക്കെ, എത്ര ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. 1.80 അല്ലെ? ചെറിയ പൈസക്ക് നല്ലൊരു ഡീസൽ വണ്ടി. അത് നമുക്ക് മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് നല്ല ബോഡി വെയിറ്റ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. പേപ്പർ പുതിയ പേപ്പർ എടുത്തതല്ല? പേപ്പർ പുതിയ 5 കൊല്ലത്ത് പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. ധൈര്യമായിട്ട് എടുക്കാം. അതും നമുക്ക് ചെറിയൊരു പൈസക്ക് അല്ല? അടുത്താണോ നല്ലൊരു കിഡ്ലം വണ്ടിയാണ് സെലേറിയോ. ലേഡീസിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റുന്ന ഓട്ടോമാറ്റിക് കൂടിയാണ്. സോ നമുക്ക് പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വണ്ടിയാണ്. കാരണം അത്യാവശ്യം മൈലേജ്, നല്ല യാത്രാ കംഫർട്ട് ഒക്കെ വരുന്നുണ്ട്. കണ്ണൂർ രജിസ്ട്രേഷൻ ആണ് വരുന്നത്. എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 2015 മോഡൽ 2016 റേസർ വരുന്ന VXI സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണ്. VXI ഓട്ടോമാറ്റിക്. ഓക്കെ, ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഇരിക്കുന്നത് നല്ലൊരു ഓപ്ഷനാണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുള്ളത്? 72,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നമുക്ക് മോഡൽ നോക്കുമ്പോൾ ഡിപ്പെൻഡബിളി ചെറിയ ഓട്ടം, അതും സിംഗിൾ ഓണർ വണ്ടി. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഇതിന് നമ്മൾ ചോദിക്കുന്നത് 3.5 കിട്ടിയാൽ നമുക്ക് ലാസ്റ്റ് കിട്ടിയാൽ കൊടുക്കാം. ഫൈനൽ റേറ്റ് 3.5 അല്ലേ? അതിൽ നമുക്ക് ഏകദേശം എത്ര രൂപ വണ്ടി ഇറക്കാൻ പറ്റും? ഇത് വണ്ടി നമുക്ക് ഒരു 80,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 80,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം. അടുത്തതാണോ ചെറിയ പൈസക്ക് വലിയൊരു വണ്ടി, അതും നമുക്ക് ഡീസൽ വണ്ടി തന്നെ. ഏകദേശം നമുക്ക് ലോങ്ങിൽ 22-24 വരെയൊക്കെ കമ്പനി പറയുന്നുണ്ട്. ഒരു 22 ഒക്കെ എന്തായാലും നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നൊരു സണ്ണി നിസാന്റെ 2012 XL ഡീസൽ വണ്ടി അല്ലേ? ഓൺഷിപ്പ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? 4th ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, കിലോമീറ്റർ ഒക്കെ എങ്ങനെയായിരുന്നു? 140 ഓടിയിട്ടുണ്ട്. മേജർ ആക്സിഡന്റ് ക്ലെയിം ഒന്നുമില്ല. ഒറിജിനൽ കേരള വണ്ടി എക്സൽ ഓപ്ഷൻ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെ. റിയൽ സ്പേസ് ഒക്കെ നോക്കി നിങ്ങള്, ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. റിയൽ AC വെന്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതേപോലെ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, ടച്ച് സ്ക്രീൻ, LCD സ്ക്രീന് കാര്യങ്ങള്, ഫോട്ടോ പവർ വിൻഡോ, അത്യാവശ്യം എല്ലാ ഫിറ്റിംഗ്സും വരുന്നുണ്ട് അല്ലെ? എത്ര നമ്മൾ ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 2,90,000 രൂപ. 2.90. ചെറിയ പൈസക്ക് നല്ലൊരു മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി. പക്ഷെ എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും? നമുക്ക് ഏകദേശം ഒരു 80,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. 80,000 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം. അടുത്ത വീണ്ടും നമുക്കൊരു i20 ഇത് ഫുൾ ലോഡ് തന്നെയാണോ വരുന്നത്? 2018
10 മോഡൽ സിംഗിൾ RC ഓണർ വണ്ടിയാണ്. പെട്രോൾ ആണ്. 2010 സിംഗിൾ ഓണർ വണ്ടി അതെ, പെട്രോൾ ടോപ്പ് ലോഡ് വണ്ടി. ഒരു 16 മൈലേജ് പ്രതീക്ഷിക്കാം. പിന്നെ ഫെസിലിറ്റീസ് ഉണ്ടാവും. പിന്നെ പെട്രോൾ ആയതുകൊണ്ട് തീരെ മെയിൻ്റെനൻസ് ഉണ്ടാവില്ല. നല്ല ബോഡി വെയിറ്റും നമുക്ക് ഫെസിലിറ്റീസ്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ്മെന്റ്, മിറേഴ്സ്, സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽറ്റ് സ്റ്റീരിയോ, അങ്ങനെ A to Z കമ്പനി ഫിറ്റിംഗ്സിൽ വരുന്ന ഒരു വാഹനം. റിയറിൽ വൈപ്പർ കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. അവൻ സിംഗിൾ ഓണർ വണ്ടിയില്ലേ? അതെ. നമുക്ക് എത്ര ഇതിന് ചോദിക്കുന്നത്? ചോദിക്കുന്നത് 1,80,000 രൂപയാണ് ചോദിക്കുന്നത്. 1,80,000 രൂപ അല്ലെ? ചെറിയ പൈസക്ക് സിംഗിൾ ഓണറിൽ നല്ലൊരു പെട്രോൾ വണ്ടിയില്ല. അടുത്താണോ വീട് ഒരു ചെറുവാഹനാണ് ഇയോൺ അല്ലെ? നല്ലൊരു ബെസ്റ്റ് ഫാമിലി കാർ എന്ന് പറയാം. 16-17 മൈലേജ് പ്രതീക്ഷിക്കാം. 58 തലശ്ശേരി രജിസ്ട്രേഷൻ ആണ്. അങ്ങനെയായിരുന്നു മോഡല്. 2012 മോഡൽ ഇറ പ്ലസ്. ഇതിലൊക്കെ നോക്കി നിങ്ങൾ നല്ല കിടുവാണ്. AC പവർ സ്റ്റിയറിംഗ്, 2 ഡോർ പവർ വിൻഡോ കാര്യങ്ങള്, മ്യൂസിക് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. 70,000 കിലോമീറ്റർ ആണ് വണ്ടി റൺ എഴുതിയിട്ടുള്ളത്. എത്ര നമ്മൾ ചോദിക്കുന്നത്? ചോദിക്കുന്നത് 1,55,000 രൂപ. 55,000. 10-30 രൂപ വണ്ടി ഇറക്കാം. ചെറിയൊരു പൈസക്ക് ഇറക്കാം. നല്ലൊരു ഫാമിലി കാറാണ്. അതേപോലെ തന്നെ കുറഞ്ഞ മെയിൻ്റനൻസ്, നല്ല മൈലേജ് കിട്ടുന്ന നല്ല ടയർ കാര്യങ്ങളെല്ലാം ആവറേജ് ആണ്. അടുത്ത തവണ ഒരു ഐട്ടൺ അല്ല, 2009 മോഡൽ പുതിയ പേപ്പർ എടുത്ത വണ്ടിയാണ്. അപ്പൊ നമുക്ക് 5 കൊല്ലത്തെ പേപ്പർ കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല സ്പേസസ് ആണ്. നല്ല നീറ്റ് ഇല്ല, ബോഡി ഷേപ്പ് ഒന്നും പോയിട്ടില്ല. നല്ല അടിപൊളി വണ്ടി ഇല്ല. ഒരു ആക്സിഡന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ. ഇപ്പൊ പേപ്പർ എടുത്തപ്പോ നമ്മള് പേര് മാറ്റിയത്. ഇതുവരെ സിംഗിൾ ഓണർഷിപ്പിൽ യൂസ് ചെയ്ത വണ്ടിയാണ്. ഇപ്പൊ സെക്കൻഡ് ഓണർക്ക് മാറ്റിയിട്ടുണ്ട്. എത്ര നമ്മൾ ചോദിക്കുന്നത് ഇതിന്? നമ്മൾ ചോദിക്കുന്നത് 1,30,000 രൂപ. 1,30,000. ചെറിയ പൈസക്ക് 5 കൊല്ലം വരെ പേപ്പറും പുതിയ പേപ്പർ കാര്യങ്ങളെല്ലാം എടുത്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടി അല്ലേ? ഇനി നമുക്ക് കുറച്ച് കൊമേഴ്ഷ്യൽ ആയിട്ടോ നിങ്ങൾ കുറച്ച് പരിക്ക യൂസിങ്ങിന് ഒരു ജീപ്പൊക്കെ അന്വേഷിക്കണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് നമ്മുടെ ഇൻവേർട്ടർ അല്ലേ? ഇൻവേർട്ടർ പണ്ട് പോലീസുകാരെടുത്ത് നമ്മൾ കണ്ട് നല്ല ശീലമുള്ള ഒരു വണ്ടിയായിരുന്നു. കുറച്ച് ഓഫ് റോഡ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം ബോഡി വെയിറ്റ് ഒക്കെ വരുന്നത്, ടയറൊക്കെ എല്ലാം പക്കയാണ് വരുന്നത്. എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് 2007 മോഡലാണ്, ഡീസൽ ആണ്. നല്ല മൈലേജ് കിട്ടും അല്ലേ? മൈലേജ് കിട്ടും. നല്ല തേർഡ് ഓണർഷിപ്പിലാണ്. പവർ സ്റ്റാറിംഗിലെ വണ്ടിയാണ്. പവർ സ്റ്റാറിംഗ് ഒക്കെ കയറ്റിയ വണ്ടിയാണ്. അപ്പൊ നല്ല അടിപൊളി വണ്ടി അല്ലേ? നമുക്ക് കുറച്ച് പർപ്പസ്ഫുള്ളി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അല്ലേ? അതേപോലെ ടയർ സ്റ്റെപ്പിന് വരെ നല്ല കട്ട ടയർ കാര്യങ്ങളെല്ലാം ഉണ്ട്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? നമ്മൾ ചോദിക്കുന്നത് 2,40,000 അല്ലേ? ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവോ? ഇല്ല. ചെറിയൊരു പൈസക്ക് നമുക്കൊരു ജീപ്പ് ഒക്കെ നോക്കുന്നവർക്ക്. നമുക്ക് ഇത് മാർഷൽ എക്കണോമിയാണ്. മാർഷൽ എക്കണോമി അല്ലേ? അതായത് നമുക്ക് ഡീസൽ വണ്ടിയാണ്, ടർബോ ആണ് വരുന്നത് അല്ലേ? നല്ല മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം 10 പേർക്ക് തന്നെ പോവാല്ലേ സുഖമായിട്ട്? 8 പേർക്ക് പോവാം സുഖമായിട്ട് അല്ലേ? നമുക്ക് ഡീസൽ വണ്ടിയാണ്, അത്യാവശ്യം മൈലേജും ഉണ്ടാവും. ഇത് എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ? 99 മോഡൽ. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയ പേപ്പർ എടുത്ത് കൊടുക്കും നമ്മള്. പുതിയ പേപ്പർ എടുത്തിട്ട് കൊടുക്കും. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? പുതിയ പേപ്പർ എടുത്തിട്ട് 1,45,000 ചോദിക്കുന്നത്. 1,45,000 അല്ലേ? അപ്പൊ അതാണ് നമുക്ക് ചെറിയ ബഡ്ജറ്റിൽ 7 സീറ്ററുകളും നല്ല വാഹനങ്ങളൊക്കെ നോക്കുന്നവർക്ക് ഇതാണ് നല്ല അടിപൊളി ഓപ്ഷനാണ് 3 സ്റ്റാർ. അപ്പൊ ഇത് ഇത് വള്ളോമ്പുറത്താണ് സ്ഥിതി ചെയ്യുന്നത്. നമ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം. റിയാസ് ആൻഡ് നിസാർ സൈനിങ് ഓഫ്.